എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബാഴ്സ അണ്ടർ ഫ്ലിക്ക് ആണ്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ സാവിന്റെ അണ്ടറിൽ ബാഴ്സ വളരെ മോശമായിട്ടുള്ള ഒരു ഫുട്ബോൾ ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുന്നത്തെ സീസണിൽ ലാലിഗയൊക്കെ നേടിക്കൊടുക്കാൻ ഈ ഒരു ഷാവിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സീസണിന്റെ അവസാനത്തോട്, അതായത് കഴിഞ്ഞ സീസണിന്റെ അവസാനത്തോട് കൂടി ബാഴ്സയിൽ നിന്ന് ഷാവി ലെഫ്റ്റ് ആവുമെന്ന് അറിയിച്ചിട്ട് പിന്നെ ബാഴ്സ ഷാവിയെ പിടിച്ചു നിർത്തി പിന്നെ സാക്കയുടെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ടൈമിൽ കുറെ ആളുകൾക്ക് ഈ ഒരു അഭിപ്രായത്തിൽ വിയോജിപ്പുണ്ടായിരുന്നു. ഷാവിയെ ഇങ്ങനെ ക്ലബിൽ നിന്ന് പുറത്താക്കേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതുണ്ടായിരുന്നു. ഷാവിക്ക് ഒരു സീസൺ പാടെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ ഒരു ഫ്ലിക്കിന്റെ വരവോടുകൂടി ഇപ്പൊ ഈ ഒരു സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച പെർഫോമൻസ് ആണ് ഇപ്പോൾ ബാഴ്സ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2020 ബയേൺ മ്യൂണിക്കിനെ എങ്ങനെയാണോ ഫ്ലിക്ക് മാനേജ് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാഴ്സന്റെ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഒരു തോൽവിയോടെയാണ് തുടക്കം എങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബാഴ്സ ചാമ്പ്യൻസ് ലീഗിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ബാഴ്സന്റെ ഈ ഒരു സീസണത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ലാലിഗത്തെ ഇതൊക്കെ ഒന്ന് നോക്കാം. ബിഗ് ടീമുകളുടെ എതിരെ എങ്ങനെയാണ് ബാഴ്സ പെർഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ആവറേജ് ഗോള് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഫ്രണ്ട്ലീസ് ആണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന സിറ്റിക്കെതിരെയുള്ള ഫ്രണ്ട്ലീസിൽ 2-2 സമനില പിടിച്ച് അതിനുശേഷം 4-1 ബാഴ്സ പെനാൾട്ടിയിൽ വിൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട്ലീസ് ഒന്നും കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു നോക്കുകയാണ്. അതിനുശേഷം എൽ ക്ലാസിക്കോ 2-1 ബാഴ്സ വിൻ ചെയ്ത് നമ്മൾ കണ്ടു. പക്ഷെ അതിനുശേഷം മിലാൻ വിയസ് ബാഴ്സലോണ പെനാൾട്ടിയിൽ വീണ്ടും ബാഴ്സ ആദ്യത്തെ ആ ഒരു പരാജയം ഈ ഒരു സീസണിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം ആദ്യത്തെ പരാജയം ഏറ്റുവാങ്ങുകയാണ്. അതിനുശേഷം മൊണാക്കോ വിയസ് FC ബാഴ്സലോണ ക്ലബ് ഫ്രണ്ട്ലീസ്, അതിനുശേഷം ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരം നടന്നിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിലും ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മൊണാക്കോ വിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ലീഗത്തെ ഫസ്റ്റ് മത്സരം വരികയാണ് വലൻസിയ വിയസ് FC ബാഴ്സലോണ 2-1 ബാഴ്സ അവിടെ ലീഗത്തെ ആദ്യ വിജയം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓസാസുനന്റെ എതിരുള്ള മത്സരം എടുക്കാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മത്സരങ്ങളും ബാഴ്സ ഈ ഒരു ലീഗിൽ വിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ആ ഒരു ജിറോണ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ 2 ലെഗിലും ഈ ഒരു ബാഴ്സനെ 4 അഗ്രിഗേറ്റിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടീമാണ് ഈ ഒരു ജിറോണ എന്ന് പറയുന്നത്. ജിറോണനെ 4-1 സ്കോറിന് പരാജയപ്പെടുത്താൻ ഈ ഒരു സീസണിൽ ഈ ഒരു ബാഴ്സലോണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയൽ വല്ലഡോഡിനെ 7-0 എന്നുള്ള ഒരു നല്ലൊരു ഇതിൽ പരാജയപ്പെടുത്താൻ ഈ ഒരു ബാഴ്സയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ലഡോലിൻ്റെ ഒക്കെ ചെറിയ ടീമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് ഈ ഒരു റയലിന്റെ വല്ലഡോലിഡിനെതിരെയുള്ള സാന്റിയാഗോ ബെർണാബിൽ വെച്ചുള്ള പെർഫോമൻസ് ഒന്ന് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ഏകദേശം 3 ഗോളിന്റെ ലീഡ് റയൽ മാഡ്രിഡിന് ഹോമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സ്ഥാനത്ത് ബാഴ്സയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഗോൾ സ്കോർ ചെയ്ത് കണ്ട് കളിക്കാൻ ഈ ഒരു മാച്ചിൽ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ആദ്യ മത്സരം വരികയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ UCLത്തെ ആദ്യ മത്സരം മൊണാക്കോ വിയസ് FC ബാഴ്സലോണ മത്സരം. അപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരമാണ്. ഈ ഒരു മത്സരത്തിൽ ഈ ഒരു ബാഴ്സയിൽ ഒരു പ്ലെയറിന് എറിക് ഗാർസിയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ആ ഒരു പ്ലെയറിന് റെഡ് കാർഡ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം മൊണാക്കോ 2-1 ഗോളിന് ഈ ഒരു ലാമിൻ യമാലാണ് ബാഴ്സയ്ക്ക് വേണ്ടി ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മൊണാക്കോ 2-1 ആ ഒരു സ്കോറിൽ ആ ഒരു മത്സരം വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അടുത്തൊന്നും നമ്മൾ കാണാത്തൊരു ബാഴ്സയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ബാഴ്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് നടന്ന ഒസാസുന മത്സരം ഒഴിച്ചു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഒസാസുന മത്സരം മാത്രമാണ് ഈ ഒരു ബാഴ്സ ലീഗിൽ തോറ്റിട്ടുള്ളത്. ഈ ഒരു 4-2 ആ ഒരു ബിഗ് മാച്ചിലാണ് ബാഴ്സ തോറ്റിട്ടുള്ളത്. 2 ഗോളിന്റെ ലീഡ് ഈ ഒരു ഒസാസുനക്ക് ഉണ്ട്. അപ്പോൾ ലീഗിലെ ബാഴ്സന്റെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1ാം സ്ഥാനത്താണ്. റയലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3 പോയിന്റ്സിന്റെ ലീഡ് ഇപ്പോൾ ബാഴ്സക്ക് ഉണ്ട്. ഒരു മാഡ്രിഡ് ഡെർബി 1-1 ഡ്രോയിൽ അവസാനിച്ചിട്ടുള്ളത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസിലാണ് ഈ ഒരു ഹൻസി ഫ്ലിക്ക് ഈ ഒരു ബാഴ്സനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോ സീസണിന്റെ എൻഡ് വരെ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമോ? ഇനിയിപ്പോ അവരുടെ മെയിൻ അല്ലെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ടെർ സ്റ്റെഗനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ സെസൻസിയാണ് റീപ്ലേസ്മെന്റ് ആയി വരുന്നത്. അപ്പോൾ ഈ ഒരു സെസൻസിക്ക് ബാഴ്സയിൽ ഫോം കണ്ടെത്താൻ കഴിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ടെർ സ്റ്റെഗൻ പോയിട്ടുള്ള ആദ്യ മത്സരമാണ് ഈ ഒരു ഒസാസുന ബാഴ്സലോണ മത്സരം. ആ ഒരു സെക്കൻഡ് ഗോൾ കീപ്പറാണ് ബാഴ്സ ഫസ്റ്റ് ലെവലിൽ
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗോൾ കീപ്പറെ ഈ ഒരു ഇതും ഉണ്ടാവും ഈ ഒരു ബാസിന്റെ ഈ ഒരു തോൽവിക്ക് എന്നുള്ളതാണ് എടുത്ത് പറഞ്ഞിട്ട് സംഭവം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒസൻസി മുൻ ജുവന്റസ് താരമാണ്. അപ്പോൾ ആ ഒരു ഗോൾ കീപ്പർക്ക് ഈ ഒരു ബാസയിൽ ഫോം കണ്ടെത്താൻ കഴിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഹൻസി ഫ്ലിക്കിന് ഈ ഒരു ബാസയെ ഈ ഒരു സീസൺ ഉടനീളം ഈ ഒരു പെർഫോമൻസിലൂടെ കടത്തി കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ ഫ്ലിക്കിന്റെ അണ്ടറിൽ കളിക്കുന്ന ബാസയിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്ന 2 പ്ലേയേഴ്സിന്റെ അല്ലെങ്കിൽ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റാഫിനിയാണ്. പല സോഴ്സുകളും കഴിഞ്ഞ സീസണിലെ അവസാനത്തോടു കൂടി ഒരു റൂമറാണ് ബാസ ഈ ഒരു റാഫീനെ സെല്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അതായത് നെക്സ്റ്റ് സീസണിൽ ബാസയിൽ റാഫീനെ കളിച്ചോളൊന്നുമില്ല, അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു റാഫീന എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പല ബാസ ആരാധകരും റാഫീനെയും അതുപോലെ തന്നെ റൊണാൾഡീനെയൊക്കെ വെച്ചിങ്ങോട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്കറിയാം, ഈ ഒരു യൂറോ കപ്പിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് യങ്സ്റ്റർ പ്ലെയർ എന്ന് പറയുന്ന ലാമിൻ യമാലാണ്. ഏകദേശം 17 വയസ്സ് മാത്രം, 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചങ്ങായിയാണ്. അപ്പോൾ ഈ ഒരു ബാസന്റെ ഈ ഒരു അല്ലാന്നുണ്ടെങ്കിൽ ലാലീഗന്റെ ടോപ്പ് അസിസ്റ്റ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ERL-നെതിരെയാണ് തോന്നുന്നു ഒരു നല്ലൊരു മോഡറിസ്റ്റ് സ്റ്റൈല് നല്ലൊരു പാസ് റാഫീനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു നല്ലൊരു സീസണാണ് ലാമിൻ യമാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പോൾ ഈ ഒരു ലാലിഗന്റെ ടോപ്പ് സ്കോറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൻഡോസ്കിയാണ്. അവരുടെ സ്ട്രൈക്കറാണ്. കഴിഞ്ഞ സീസണിൽ മങ്ങിപ്പോയ പ്ലെയറാണ്. പല ആൾക്കാരും ഏജ്ഡായി എന്ന് പറഞ്ഞൊരു പ്ലെയറാണ്. ആ ഒരു പ്ലെയറിനെ ഫ്ലിക്ക് കുറെ മുന്നേ ഈ ഒരു ഫ്ലിക്കിന്റെ അണ്ടറിൽ ലെവൻഡോസ്കി തിളങ്ങിയതാണ്. ആ ഒരു കോമ്പിനേഷൻ നമ്മൾ വീണ്ടും കാണുകയാണ്. 7 ഗോളുകളുമായിട്ട് എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ബെല്ലിംഗാമൊക്കെ കളിക്കുന്ന ലീഗിൽ 7 ഗോളുകളുമായിട്ട് ഏകദേശം 37 വയസ്സ് പ്രായമുള്ള ലെവൻഡോസ്കി 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീസണാണ് ഇപ്പോൾ ബാസക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് ലാസ്റ്റ് വരെ കാഴ്ചവെച്ചാലേ ബാസക്ക് ലീഗ് നേടാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് നേടാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കോപ്പ ഡെൽ റേ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റയൽ മാഡ്രിഡ് ഫാൻ ആയിട്ടുള്ള ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും ബാസിനെ സംബന്ധിച്ചിടത്തോളാണെന്നുണ്ടെങ്കിലും റയലിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു സീസണത്തെ ആ ഒരു ലാലിഗ വിന്നർ ആരാവുന്നുള്ളതും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.